10ാം ക്ലാസ് ബയോളജി ഓണം എക്സാം ഡു ഓർ ഡൈ ക്വസ്റ്റ്യൻ സീരീസിലെ ഒന്നാമത്തെ വീഡിയോ ആണെന്ന് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ന്യൂറോണിനെ കുറിച്ചാണ്. ഹായ് മകളെ, വെൽക്കം ടു ജൂപോഡ്. നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്ന നമ്മുടെ 10ാം ക്ലാസ് ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരുപാട് തവണ ചോദിച്ചു വന്നിട്ടുള്ള നമ്മൾ സിലബസിൽ നിന്നും ഒഴിവാക്കാത്ത ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ന്യൂറോൺ അഥവാ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡി വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളത് എൻ്റെ മക്കൾ ആദ്യം ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് ആണ്. ആ സാധനം എൻ്റെ മക്കളെ മൈൻഡിലുണ്ടാണ്. ഒരു വൺ വേർഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പോകുന്നത് ന്യൂറോൺ എങ്ങനെ വരക്കാം എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ, എന്ത് എങ്ങനെ വരക്കാം അല്ലേ? എങ്ങനെ വരക്കാം സാറേ? ഒന്നും ചെയ്യാനില്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് റീഡ്രോ ചെയ്യാനാണ് സാധാരണ പറയാറുള്ളത്. വരച്ച് പഠിക്കുക, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട. അച്ചടിക്കാൻ കുറേ ജ്ഞാനം വേണോ? ഒരു ജ്ഞാനം വേണ്ട. എന്ത് ചെയ്യുക, ജസ്റ്റ് അച്ചടിച്ചാൽ മതി കേട്ടോ. അച്ചടിച്ച് വരുമ്പോൾ ഇതുപോലെ തന്നെ സുന്ദരനായിട്ടുള്ള ന്യൂറോണുകൾ കിട്ടും. ഞാൻ വരച്ചപ്പോൾ നല്ല ചൊറുക്കുണ്ട്, നിങ്ങൾ വരക്കുമ്പോൾ അത്ര ചൊറുക്കൊന്നും വരില്ല, കുറച്ച് കുറയും. പോട്ടെ, അതൊന്നും പ്രശ്നമാക്കണ്ട. ബയോളജിക്കാർ വരക്കാനല്ല പഠിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു ചിത്രം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. പിന്നെ നമുക്കിത് അടയാളപ്പെടുത്താൻ അറിയണം. അതിന് നമുക്കിത് ആദ്യം പഠിക്കണം അല്ലേ? മക്കൾ നടുവെന്ന് തുടങ്ങാം. നമ്മൾ ഏത് കോശത്തെ പറ്റി പഠിക്കുമ്പോഴും കോശത്തിൻ്റെ മെയിൻ ഭാഗം അല്ലേ, ന്യൂക്ലിയസ് ഒക്കെ വരുന്ന ഭാഗമാണ് ഒരു സെല്ലിൻ്റെ കോശത്തിൻ്റെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ. അവിടുന്ന് തുടങ്ങാണ്. ഒന്നാമത്തെ ഭാഗം ആരാടാ? നമ്മുടെ കോശ ശരീരമാണ്. കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് വിളിക്കുന്ന കോശ ശരീരമാണ് ഒന്നാമത്തെ ആള്. ഈ ആളിൽ നിന്ന് തുടങ്ങുക. കോശ ശരീരത്തിൽ നിന്നും നീളം കുറഞ്ഞിട്ടുള്ള ഫിലമെന്റ് ഉണ്ട്, നീളം കൂടിയ ഫിലമെന്റും ഉണ്ട്. ആ കോശ ശരീരത്തിൽ നിന്നും നീളം കുറഞ്ഞ തന്തുണ്ട്, നീളം കൂടിയ തന്തുണ്ട്. നീളം കുറഞ്ഞ തന്തു നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഡെൻഡ്രോൺ എന്ന് പറഞ്ഞത്. എന്താണ്? ഡെൻഡ്രോൺ. നീളം കൂടിയ തന്തുവിനെ വിളിക്കുന്ന പേര് ആക്സോൺ. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെന്റ് ഡെൻഡ്രോൺ ആണ്. ലോങ് ഫിലമെന്റ് എന്താടാ? അത് ആക്സോൺ ആണ്. ഇനി ഈ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകൾ ഡെൻഡ്രൈറ്റുകൾ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് എന്താ? ഡെൻഡ്രൈറ്റ്. ആക്സോണിന്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്. ഐറ്റ് കയറ്റി വെച്ചവർക്ക് കൂട്ടിയെടുത്ത എന്തായി? അത് ശാഖകളായിട്ട് മാറി കേട്ടോ. അപ്പൊ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ്, ആക്സോണിന്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്, ഡാനിഷന്റെ ബ്രാഞ്ച് വന്നാൽ ഡാനിഷൈറ്റ്. ഇതൊക്കെ സിമ്പിൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഐറ്റ് ഇട്ട് കൊടുത്താൽ അത് ബയോളജിയിൽ അത് ബ്രാഞ്ച് ആയിട്ട് പരിഗണിക്കും. റെഡി അല്ലേ? ഇങ്ങനെ വന്നു. ആക്സോണൈറ്റിൽ നിന്നും വീണ്ടും എന്തായിട്ടുണ്ട്? ഒരുപാട് ഉണ്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഉണ്ടകൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്റ്റിക് നോബുകൾ. ഇവിടെ കാണുന്ന ഈ ഉണ്ടകളാണ് മക്കളെ എന്ത്? സിനാപ്റ്റിക് നോബുകൾ എന്ന് പറഞ്ഞാൽ. സിനാപ്റ്റിക് നോബിന്റെ മലയാളം സാർ അതെന്തിന്? സിനാപ്റ്റിക് നോബിൻ്റെ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് എൻ്റെ മക്കൾ പഠിക്കേണ്ടത്. ആദ്യം വരക്കാൻ പഠിക്കണം, പിന്നെ അടയാളപ്പെടുത്താൻ പഠിക്കണം. മൂന്നാമത്തെ കാര്യം എന്താ? ഇതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ പഠിക്കണം. മക്കളെ ശ്രദ്ധിച്ചോ. ഏറ്റവും അവസാനത്ത് കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്ത്? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഈ ഡെൻഡ്രൈറ്റുകളാണ് മെസ്സേജുകളെ സ്വീകരിച്ചിട്ട് എവിടേക്ക് കൊടുക്കും? കോശരീരത്ത് കൊടുക്കും. കോശരീരം ആക്സോണിക്ക് കൊടുക്കും, ഡെൻഡ്രോണിക്ക് കൊടുക്കും. എങ്ങനെ കൊടുത്ത് സിനാപ്റ്റിക് നോബ് വരെ കൊടുക്കും. സിനാപ്റ്റിക് നോബ് ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും. ആ കെമിക്കൽസിന്റെ പേര് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ്, നാഡീയ പ്രേഷകങ്ങൾ എന്നാണ്. ആ നാഡീയ പ്രേഷകത്തിന് ഒരു എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അതും എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അത് അസറ്റൈൽ കോളിൻ ആണ് കേട്ടോ. അസറ്റൈൽ കോളിൻ. അപ്പോൾ ഈ 3 ചോദ്യമാണ് നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി പോകേണ്ടത്. വരക്കാൻ പഠിക്കണം, അടയാളപ്പെടുത്താൻ പഠിക്കണം. അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ ഫംഗ്ഷൻ ചോദിക്കും. ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ഇത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്നു. പിന്നീട് അത് ഡെൻഡ്രോണിക്ക് കൊടുക്കുന്നു. ഡെൻഡ്രോൺ അത് കോശ ശരീരത്തിൽ കൊടുക്കുന്നു. കോശ ശരീരം ആക്സോണിന് കൊടുക്കുന്നു. ആ ഒരു ഫ്ലോ ചാർട്ടിന്റെ മക്കളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ചുരുങ്ങിയതിന് 4 മാർക്കിൽ പ്രതീക്ഷിക്കാവുന്ന കിഡിലോസ്കി ഇമ്പോർട്ടന്റ് ഡു ഓർ ഡൈ എന്ന് വെറുതെ പറയുന്നതല്ല, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. മക്കളൊരു കാര്യം ഓർത്ത് വെക്കാം. നമ്മൾ എഡ്യൂപോർട്ടിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. സർ, സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് കിട്ടും? ഓണം എക്സാമിന് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ കിട്ടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും, ക്വസ്റ്റ്യൻസ് കിട്ടും, പിന്നെ ആൻസേഴ്സ് കിട്ടും. നമ്മളെ ക്ലാസ്സുകളുടെ ഒക്കെ ലിങ്കുകളും ഇല്ലേ, നമ്മുടെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി ലിസ്റ്റിൽ കിട്ടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യുക? ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീണ്ടും നമ്മൾ ഡു ഓർ ഡേ ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ എൻ്റെ മക്കൾക്ക് ഏത് ഭാഗമാണോ ഇനി കൂടുതൽ ക്ലാസ്സുകൾ വേണ്ടത്, ഏത് ഭാഗമാണ് എൻ്റെ മക്കൾക്ക് ഗതികേടുള്ളത്, റിസ്ക് ഉള്ളതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കോഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്ന രീതിയിൽ നമ്മൾ ആ ക്ലാസ് സെറ്റ് ചെയ്യും കേട്ടോ. ബൈ ബൈ.